അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. പേര് ശോഭ മേരി, ഞാൻ ധോണി ഇടവകയാണ്. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയണത്. മോള് കഴിഞ്ഞ ഒക്ടോബർ ലാസ്റ്റ് UK പോകാൻ വേണ്ടി സ്റ്റഡി വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഓഫർ ലെറ്ററും മറ്റുള്ള കാര്യങ്ങളെല്ലാം ശരിയായി, ഫണ്ട് എല്ലാം ശരിയായിട്ടുണ്ടായിരുന്നു. ജനുവരി 26 ക്ലാസ്സിന് പോകണം, അങ്ങനത്തെ ഇതിലാണ് ശരിയായി കിട്ടിയത്. പക്ഷേ അവൾക്ക് ക്യാഷ് വരാൻ വേണ്ടി ലേറ്റായി. അപ്പോൾ അവൾക്ക് വേറെ അതിലൊരു പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല, ക്യാഷ് വരാനുള്ള ഒരു തടസ്സം അങ്ങനെ ഒന്നുമില്ല. പക്ഷേ എന്നാലും ക്യാഷ് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലവൾ ഒത്തിരി വിഷമിച്ചു. അപ്പം മോനും UK അവൻ വിളിച്ചു പറഞ്ഞു, പേടിക്കേണ്ട, നിനക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെറിയൊരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാവും, അപ്പോൾ അത് കഴിഞ്ഞാൽ നിനക്ക് കിട്ടുന്നു. എന്നിട്ട് അവൾക്ക് അതിലൊന്നും സമാധാനമായില്ല, അവൾക്ക് വിഷമവും ടെൻഷനും എല്ലാം ആയി. എന്നിട്ട് അപ്പോൾ അവൾ പറഞ്ഞു, മമ്മിക്ക് ഞാൻ പോകണത് താല്പര്യമില്ലല്ലോ, അതുകൊണ്ടാണ് എനിക്ക് വരാത്തതെന്ന് അവൾ വേഗം എന്നെ പറയാമെന്ന്. അപ്പം എനിക്കത് വിഷമമായി. എനിക്ക് അവൾ പോകണത് താല്പര്യം ഉണ്ടായിരുന്നില്ല, മോനും പോയിരിക്കുകയല്ലേ എന്ന്. അപ്പോൾ എന്നിട്ട് ഞാനും ശരി, അവൾക്ക് അത് വിഷമവും ടെൻഷനൊക്കെ ആയപ്പോൾ ഞാനും ഇല്ല നിനക്ക് വരും, പേടിക്കേണ്ട. വന്നിട്ട് പിന്നെ ഞാൻ ഈശോയുടെ അടുത്ത് മാതാവിനോടും പ്രാർത്ഥിച്ചു, മോൾക്ക് പെട്ടെന്ന് ക്യാഷ് വരികയാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. അപ്പോൾ അടുത്ത ദിവസം തന്നെ അവൾക്ക് ക്യാഷ് വരികയും ചെയ്തു. ഇൻ്റർവ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ക്യാഷ് വന്നു, പിന്നെ വിസ വന്നു. അവൾ ക്ലാസ് തുടങ്ങുന്നതിന് 2 ആഴ്ച മുമ്പ് തന്നെ അവൾ UK എത്തുകയും ചെയ്തു. ഈശോയെ നന്ദി. മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് UK പോകാനുള്ള പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ മാറി UK പോകാൻ സാധിക്കുകയും ചെയ്തു. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ മോനും UK തന്നെയാണ്. അവന് പാർട്ട് ടൈം ജോബ് വന്നിട്ട് അവർക്ക് പെർമനൻ്റായിട്ടൊന്നുമല്ല, ഇങ്ങനെ പാർട്ട് ടൈം കുറച്ച് ദിവസങ്ങൾ 3 മാസം അങ്ങനെയൊക്കെ കോൺട്രാക്ട് ബേസിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ അവന് 3 മാസം കഴിഞ്ഞ് പിന്നെ 3 മാസം എക്സ്റ്റൻഷൻ, പിന്നെ ഇനി കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു പേടിയെന്ന് വെച്ചാൽ അവൻ ജോലിക്ക് പോകണം. ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസം വന്നിട്ട് അവൻ പഞ്ച് ചെയ്യാതെ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ മാർക്കായിട്ട് അതിൻ്റെ ഒരു പ്രശ്നമായി കിടക്കുന്ന ആബ്സെൻ്റായ പോലെയാണ് അത് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമായി. ഇനിയിപ്പോൾ എനിക്ക് പിരിച്ചു വിടുമോ അല്ല എനിക്ക് കിട്ടുമോ, എക്സ്റ്റൻഷൻ കിട്ടുമോ അല്ല എനിക്ക് പെർമനൻ്റ്, അങ്ങനെ ഒരു പേടിയിലാണ് അവനിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പേടിക്കേണ്ട, നിനക്ക് എന്തായാലും കിട്ടും, എക്സ്റ്റൻഷൻ ആവും പറഞ്ഞു. അതുപോലെ തന്നെ അവന് 6 മാസത്തേക്ക് എക്സ്റ്റൻഷനും കിട്ടി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നമ്മൾ പിള്ളേർ UK കൂടിയതുകൊണ്ട് അവിടെ പാർട്ട് ടൈം ജോലിക്ക് ബുദ്ധിമുട്ടാണ്. ആദ്യം എളുപ്പമായിരുന്നു. ആ ജോലിയിലുണ്ടായ വിഷമത്തിൻ്റെ മേൽ ദൈവത്തോട്ട് എക്സ്റ്റൻഷൻ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. മോൾക്കും അതുപോലെ പാർട്ട് ടൈം ജോബ് പോയി 1 മാസം കൊണ്ട് തന്നെ മോൾക്കും കിട്ടി ജോലി. മകൾക്കും പാർട്ട് ടൈം ജോലി കിട്ടി, കർത്താവ് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ.